ബൈബിൾ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അത് പ്രിയമുള്ളവരെ, യേശു തന്റെ പരസ്യ ശുശ്രൂഷയിൽ എവിടെയൊക്കെ പൈശാചിക പ്രവർത്തനങ്ങൾ കണ്ടോ, ഏതൊക്കെ വ്യക്തിയുടെ മേൽ പിശാചിന്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നുവോ അതിനെയെല്ലാം തകർത്തുകൊണ്ട് ആ വ്യക്തികളെ പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നും വിമുക്തരാക്കുവാനിടയായി തീർന്നു. പൈശാചിക അടിമത്വത്തിൽ നിന്നും അവരെ പുറത്താക്കുവാനിടയായി തീർന്നു. അതേ യേശു എന്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട്. കൊലോസ്യർ 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഏത് പൈശാചിക പ്രവൃത്തികളെയും, പിശാചിന്റെ ഏതൊക്കെ വർക്കുകൾ നാം കാണുമ്പോഴും അതിനെ പുറത്താക്കുവാനുള്ള ഒരു അധികാരം നമ്മുടെ മേലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. യാതൊന്നും നിങ്ങൾക്ക് ഹാനി വരുത്തുകയില്ല. അതേ പ്രിയമുള്ളവരെ, നമുക്ക് യാതൊരു ഹാനിയും വരികയില്ല. എന്നാൽ നമ്മൾ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നമ്മുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും വീടുകളിൽ അസാധാരണമായ പ്രശ്നത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, മുമ്പോട്ടൊരു വഴിയില്ലാതെ അവൻ തകർന്നിരിക്കുന്നവരാണെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സകല മുഴങ്കാലുകളും മടങ്ങും. എല്ലാ നാവും യേശു കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞേ മതിയാകും. ഇന്നൊരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറായാൽ, 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി യാഗമായ യേശുവിന്റെ ആ കാൽവറി മരണപ്രകാരം ആ വ്യക്തിക്ക് രക്ഷ ലഭിക്കുന്നുവെങ്കിൽ, ഇന്നൊരു വ്യക്തി രോഗിയായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, 2024 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാൽവറി യാഗത്തിൽ അവൻ നമ്മുടെ രോഗത്തിന് വേണ്ടി അവൻ അടിപ്പിണർ ഏൽക്കുവാനിടയായി തീർന്നു. അന്ന് കാൽവറിയിൽ തകർക്കപ്പെട്ടത് നമ്മുടെ രോഗത്തിന് വേണ്ടിയാണ്. ഇന്നൊരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ 2024 വർഷങ്ങൾക്ക് മുമ്പിലെ കാൽവറി മരണം അതിന് സഹായകമാകുന്നുവെങ്കിൽ, ഒരു വ്യക്തി രോഗിയായിരിക്കുന്നുവെങ്കിൽ, അതേ കാൽവറി മരണത്താൽ ഇന്ന് ആ വ്യക്തിക്ക് സൗഖ്യമാകുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ രോഗിയായി ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെല്ലാം നിങ്ങൾക്കെതിരായിട്ട് വിധി എഴുതിയിട്ടുണ്ടായിരിക്കാം. അവർ നിങ്ങളുടെ ജീവന് ഇനി യാതൊരു സാധ്യതകളും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശു എന്ന നാമത്തിൽ നിങ്ങൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. കാരണം വചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്താണ്? അവർ പുതുഭാഷകളിൽ സംസാരിക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും. ആമേൻ, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അതേ പ്രിയമുള്ളവരെ, യേശുവിന്റെ കാൽവറി മരണത്തിൽ കൂടെ നിങ്ങൾക്കുള്ള സൗഖ്യം ഓൾറെഡി ദൈവം തന്നിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ആ സൗഖ്യത്തെ ക്ലെയിം ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതേ കാൽവറി മരണത്താൽ, അതേ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുക. വചനം പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ വചനം അയച്ച് വിടുവിക്കുന്ന യഹോവ, ഗിലെയാദിലെ നല്ല വൈദ്യൻ. യഹോവ തന്റെ ദൂതന്മാരെ അയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ നിങ്ങളെ ഏത് പ്രതിസന്ധിക്കും, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അത് യേശു എന്ന നാമമാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മെസ്സേജ് കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രതികൂലത്തിനകത്ത് പ്രതിസന്ധിക്കകത്ത് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിനെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അസാധാരണമായ സൗഖ്യത്തെ കൽപ്പിക്കുകയാണ്. ഇന്ന് മുതൽ അവർ സ്വതന്ത്രരായി തീരട്ടെ. വചനത്തിൽ പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതേ വചനം പറഞ്ഞ് ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. ഇന്നു മുതൽ അവർ സൗഖ്യമുള്ളവരായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കരുതൽ അവരുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.